ഈ ഉദ്യോഗസ്ഥരെ ഈ ചെമ്പുപാളി എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കൈമാറ്റം ചെയ്ത ഉദ്യോഗസ്ഥരെയാണ് ഇനി ചോദ്യം ചെയ്യേണ്ടത്. പക്ഷെ അവരിൽ നിന്ന് മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം രേഖകളിലൊക്കെ അത് സ്വർണ്ണപ്പാളി തന്നെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ സർവത്ര ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ദേവസ്വം വിജിലൻസ് ആണ്, ചെറിയ വിഭാഗമാണ്. അവരുടെ ചോദ്യം ചെയ്യലും ആ രീതിയിലൊക്കെ തന്നെയായിരിക്കും. കാരണം FIR ഇട്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഉള്ള അധികാരമൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ ചോദ്യം ചെയ്യലും ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പോലും കൃത്യമായിട്ടുള്ള ചോദ്യാവലിയൊക്കെ ഇന്നലെ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയിരുന്നു. ദേവസ്വം SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘം മാത്രമല്ല, അവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. 2 വട്ടം ബംഗളൂരുവിൽ വെച്ച് തന്നെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്നലെ ദേവസ്വം ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയും ഈ ചോദ്യം ചെയ്തത്. 4 മണിക്കൂർ എടുത്തായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. അതിനിടയിൽ കൂടുതലായിട്ടും ചോദിച്ചത് ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം ഈ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണം പൂശിയതിലൂടെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായോ എന്നുള്ള കാര്യം തന്നെയാണ് വിജിലൻസ് കൂടുതലായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം പുറത്തു വന്ന വാർത്തകൾ പ്രകാരം പലയിടത്തായിട്ട് ഈ പാളികൾ കൊണ്ടുപോയി പൂജയും മറ്റുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു. ബംഗളൂരിൽ കൊണ്ടുപോകുന്നു, ചെന്നൈയിൽ കൊണ്ടുപോകുന്നു, അതിനുശേഷം ഈ പറയുന്ന ഈ ഇടങ്ങളിലൊക്കെ കൊണ്ടുപോയി പൂജ നടത്തുന്നു. ആ സമയത്തൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടിയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമായിരുന്നു. പക്ഷേ എല്ലാം നിഷേധിക്കുന്ന ഒരു സമീപനം തന്നെയാണ്. ഇതിലിപ്പോ തനിക്ക് ലഭിച്ചത് ചെമ്പാണെന്ന വാദത്തിൽ ഇദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ ദേവസ്വം വിജിലൻസിന് കുറെ കൂടി പിറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഈ 1999 ഈ മല്യ പൊതിഞ്ഞത് സ്വർണം തന്നെയായിരുന്നു. 4 കിലോളം സ്വർണം അദ്ദേഹം പൊതിഞ്ഞു എന്നാണ് അന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി വെച്ചത്. അങ്ങനെയെങ്കിൽ ഈ 4 കിലോളം സ്വർണത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു? അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നോ ഇദ്ദേഹത്തിന് നൽകുമ്പോഴേക്കും എന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വാദം വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുകയാകോ, അതോ ഇദ്ദേഹത്തിന്റെ വാദത്തിൽ നിന്നും പിറകോട്ട് സഞ്ചരിച്ച് കുറെ കൂടി വിശദമായ അന്വേഷണത്തിലേക്ക് പോകുമോ വിജിലൻസ്? സൈഫുദ്ദീൻ, 4 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നില്ല ഈ ഹൈക്കോടതി പറഞ്ഞത്. 4 കിലോ മൊത്തത്തിൽ 4 കിലോയുടെ കുറവ് വന്നു എന്നുള്ള കാര്യമാണ്. കാരണം 42 കിലോ ഉണ്ടായിരുന്നത് അത് 38 കിലോയിലേക്ക് എങ്ങനെ കുറഞ്ഞു എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 1998 സെപ്റ്റംബർ ആ സമയത്താണ് UB ഗ്രൂപ്പിന് വേണ്ടി വിജയ് മല്യ 30.3 കിലോ സ്വർണം നൽകിയത്. അത് പക്ഷേ ഈ ദ്വാരപാലിക ശില്പപാളികളിൽ മാത്രം പൂശുന്നതിന് വേണ്ടിയായിരുന്നില്ല, ശ്രീകോവിലിന്റെ മേൽക്കൂര അടക്കം പൂശുന്നതിന് വേണ്ടിയായിരുന്നു. കൂടുതൽ സ്വർണം പൂശിയത് മേൽക്കൂരയിൽ തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളിലും 800 ഗ്രാമോളം സ്വർണം പൊതിഞ്ഞിരുന്നതായി അന്ന് ജോലി ചെയ്ത മാന്നാർ സ്വദേശിയും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ ഒരു മൊഴി നിർണായകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ മുമ്പാകെ ഇപ്പോഴും ആ പാളികൾ സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. അവർ ഈ പഴയ രേഖകളടക്കം പരിശോധിച്ചിരുന്നു. അത് ഈ പറയുന്ന മരാമത്ത് വിഭാഗത്തിൽ നിന്ന് അത് കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ അവരിത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. സെപ്റ്റംബർ 17 ഹൈക്കോടതി ഇറക്കിയ ആ ഒരു ഓർഡറിൽ ഈ പറയുന്ന 2 രേഖകളെ പറ്റിയും പറയുന്നുണ്ട്. 99 മഹസർ രജിസ്റ്റർ രേഖകൾ, അതേപോലെ അന്നത്തെ ദേവസ്വം സെക്രട്ടറിയും ദേവസ്വം കമ്മീഷണറെയൊക്കെ കത്തും ഉത്തരവും ഒക്കെ തന്നെ കൃത്യമായിട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി അക്കാര്യങ്ങളൊക്കെ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ പക്കൽ ഇപ്പോഴും ഈ പാളികൾ സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. പക്ഷേ അത് ഇന്നലെ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുന്നില്ല. കാരണം താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത ആ രേഖകളെല്ലാം തന്നെ ചെമ്പ് പാളി എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അന്ന് ജൂലൈ 5-ാം തീയതി 2019 ജൂലൈ 5-ാം തീയതി ഇറക്കിയ ആ ഒരു ഉത്തരവിൽ അതിൽ ചെമ്പ് പാളിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിറമുണ്ട് എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ സ്വർണ്ണമാണെന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിക്കുന്നില്ല. പകരം ചെമ്പ് പാളിയാണ്, രേഖകൾ പ്രകാരം തന്ന സാധനം ചെമ്പ് പാളിയാണ്. പിന്നെ താൻ എന്തിനെ അവിശ്വസിക്കണം? അവരെ ഉദ്യോഗസ്ഥർ തന്നു, താൻ വാങ്ങി കൊണ്ടുപോയി. അതിനുശേഷം ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി സ്വർണ്ണം പൂശി 15 ലക്ഷം രൂപ ചെലവായി. 3 സ്പോൺസർമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ ദേവസ്വം വിജിലൻസിനോട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്.